ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബേദലഹേം പുൽക്കൂട്ടിൽ പൂജാതം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഞാൻ വന്ദനം ചെല്ലുന്നു. ക്രൈസ്തവ സഭ മാത്രമല്ല, മറ്റ് മതക്കാരും ജനവിഭാഗങ്ങളും ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ്, ഉത്സവമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം 1888 ഡിസംബർ മാസം 24-ാം തീയതി അർദ്ധരാത്രിയിലാണ് രാമകൃഷ്ണ മിഷന്റെ ആരംഭം കുറിക്കുന്നത്. രാമകൃഷ്ണ സന്യാസ പ്രസ്ഥാനം ആരംഭിക്കുന്നതും അന്നാണ്. കർത്താവിന്റെ ജനനത്തോടനുബന്ധമായി ഹൈന്ദവ മതത്തിലെ പ്രബലമായ ഒരു മൂവ്മെന്റിന്റെ പ്രാരംഭം കുറിക്കാൻ സാധ്യമായി എങ്കിൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജാതം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം അത്രമാത്രം മറ്റു മതക്കാരെ സ്വാധീനം ചെലുത്തി എങ്കിൽ എത്രമാത്രം ഇന്നത്തെ ആധുനിക ലോകത്തെ സ്വാധീനം ചെലുത്തേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാ ക്രിസ്തുമസ് ആഘോഷങ്ങളും അനുഗ്രഹീതമായി ആഘോഷിക്കുന്ന ഒരിടമാണ് രാമകൃഷ്ണ മിഷന്റെ മറ്റ് സ്ഥലങ്ങൾ എന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടാണ് തന്റെ ജനനത്തോടനുബന്ധമായി മാലാഖമാർ പറയുന്നുണ്ട്, സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷം ജനങ്ങളെ അറിയിക്കുന്നു എന്നുള്ളത്. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള സന്തോഷമല്ല, സർവ്വജനത്തിനും എല്ലാ ജാതി മതസ്ഥർക്കും ഉണ്ടാകുന്ന മഹാവലിയ സന്തോഷമാണ് ക്രിസ്തുമസിലൂടെ സംജാതമാകുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ പുതിയ ഒരു ആഗോള സംസ്കാരത്തിന്റെ സമുദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സംസ്കാരം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്നും പൗരാണിക ഭാരതീയ ഋഷീശ്വരന്മാർ പറഞ്ഞതുപോലെ അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്കുള്ള വലിയൊരു മാറ്റമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ സംഭവിച്ചത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്നും ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നുവെന്നും പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു തന്റെ ജനനത്തിലൂടെ ഈ വിധമായ അനുഭവങ്ങളെ ലോകർക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് തന്റെ ഈ ലോക ജീവിതം മുഴുവനും നിർവഹിച്ചിട്ടുള്ളത്. തന്റെ അവസാന മരണത്തിൽ കൂടെ ക്രൂശിലെ യാഗത്തിലൂടെയും നിർവഹിക്കപ്പെട്ടത് ഇതുതന്നെയാണ്. മാത്രമല്ല, അസമാധാനം നിലനിൽക്കുന്ന ലോകത്ത് സമാധാനപ്രഭുവാകുന്ന യേശു സമാധാനത്തിന്റെ വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കുക കൂടിയാണ് ഈ നിമിഷം ചെയ്യുന്നത്. അസമാധാനത്തിന്റെയും അസന്തുഷ്ടിയുടെയും അധാർമികതയുടെയും അനാത്മീയതയുടെയും തെറ്റായ സംസ്കാരം നിലനിൽക്കുന്ന ഇന്നത്തെ ആധുനിക ലോകത്തിൽ ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കാൻ തക്കോണം സാധിക്കുന്ന സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ധാർമ്മികതയുടെയും ഒക്കെ ജീവിത ശൈലിയും ജീവിതാവിഷ്കാരവും നമുക്ക് അനിവാര്യമാണ്. ആധുനിക ഭാരതത്തിലെ ഋഷിപങ്കുവന്മാരിൽ അഗ്രഗണ്യനായ സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യധർമ്മം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യധർമ്മം എന്ന് പറയുന്നത് ഒരുവനിലുള്ള ദൈവികതയെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് മനുഷ്യധർമ്മം. ഒരുവനിലുള്ള ദൈവികതയെ ആവിഷ്കരിക്കുക. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് ബേദലഹേമിൽ ജനിച്ച യേശുവാണ്. യേശു എത്ര പ്രാവശ്യം ബേദലഹേമിൽ ജനിച്ചാലും ഒരുവന്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്. യേശു ഉള്ളിൽ ജനിക്കുകയും ആ യേശുവിനെ ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനിക ലോകത്ത് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ധർമ്മം. സമാധാനപ്രഭുവാകുന്ന സമാധാനം ലോകത്ത് കൊടുക്കുവാൻ, ആത്മീയമായ ലോകത്തിലേക്ക്, പ്രകാശ ലോകത്തിലേക്ക് നയിക്കുന്ന പ്രകാശമുക്തമായ യേശുവിനെ ലോകത്തിന് കൊടുക്കുവാൻ നമ്മുടെ ഉള്ളിൽ അവൻ ജാതം ചെയ്തെങ്കിലേ സാധിക്കൂ. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിനെ നിങ്ങളുടെ ഉള്ളിൽ കർത്താവായി വിശുദ്ധീകരിപ്പി. ക്രിസ്തുയേശുവിനെ നിങ്ങളുടെ ഉള്ളിൽ കർത്താവായി വിശുദ്ധീകരിപ്പി. യേശു നമ്മുടെ ഉള്ളിൽ കർത്താതി കർത്താവും രാജാതി രാജാവുമായി വാഴുമ്പോഴാണ് നമുക്ക് അനുഗ്രഹീതമായ സാക്ഷ്യ ജീവിതത്തിന്റെ അർത്ഥപൂർണമായ ആവിഷ്കാരം നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. പുതുവർഷം സമാഗതമാവുകയാണ്. 2014 നമ്മളോട് വിട പറയുകയാണ്. 2015 നാം പ്രവേശിക്കുകയാണ്.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ അപജയങ്ങളെയും വന്നുപോയ തെറ്റുകളെയും കോട്ടങ്ങളെയും എല്ലാം മനസ്സിലാക്കി അതിനെ വിസ്മരിച്ചുകൊണ്ട് പുതിയ വർഷം കർത്താവായ യേശുക്രിസ്തു ഉള്ളിൽ ജാതം ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ മനുഷ്യന്റെ സ്വഭാവ സംസ്കാരം രൂപപ്പെടുത്തിക്കൊണ്ട് ഐശ്വര്യപൂർണമായ സമാധാനപൂർണമായ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഇടയാകണം. പുതുവർഷം സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മീയ ഉണർവിന്റെയും ധാർമ്മിക മൂല്യങ്ങളുടെ വിളനിലമാക്കി തീർക്കാനുള്ള പരിശ്രമത്തിന്റെയും വർഷമായി പരിണമിക്കണം. ഇന്നത്തെ ആധുനിക ലോകത്തിൽ അധാർമികത പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അനാത്മീയത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്, ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളുമാണ് അനുദിനമുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്നത്. ഈ വിധമായ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നതിന്റെ പിൻപിൽ മനുഷ്യന് മനുഷ്യത്വം നഷ്ടപ്പെടുന്നു, മനുഷ്യത്വം മന്ദീഭവിക്കുന്നു, മരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നാം മനുഷ്യരായി ജീവിക്കുമ്പോൾ മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ മനുഷ്യരെന്നുള്ള പേരിന് അർഹരല്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അതുകൊണ്ട് മാനുഷികമായ ജീവിതത്തിൽ മാനുഷികമായി ജീവിച്ചുകൊണ്ട് മനുഷ്യത്വമുള്ളവരായി ജീവിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെയും ദൈവിക ധാർമ്മികതയുടെയും ദൈവികമായ വെളിച്ചത്തിന്റെയും അനുഭവത്തിൽ നിലനിൽക്കുവാൻ തക്കോണം സാധിക്കുന്ന നല്ലൊരു സംസ്കാരം സൃഷ്ടിക്കുവാൻ ഈ പുതുവർഷവും ക്രിസ്തുമസും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ ക്രിസ്തുമസും ഐശ്വര്യപൂർണമായ പുതുവത്സരവും നടന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കും.